ലയണൽ മെസ്സി വീണ്ടും ക്യാമ്പ് നൂ സന്ദർശിച്ചു അല്ലേ? അതിന് പിന്നിലുള്ള ഒരു രഹസ്യം എന്തായിരിക്കും? മേ ബി ഇതൊരു ഹോം കമ്മിങ് ആവാനുള്ള സാധ്യതയുണ്ടോ? അതുമല്ലെങ്കിൽ എന്തായിരിക്കും മെസ്സി ക്യാമ്പ് നൂ വിസിറ്റ് ആ ഒരു റീസൺ എന്ന് പറയുന്നത്? അതുമല്ലെങ്കിൽ ഇത് ഫാൻസിന് ജസ്റ്റ് ഒരു ഡ്രീം ആകാനുള്ള സാധ്യതയുണ്ടോ? ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഡോണ്ട് വേസ്റ്റ് യു ടൈം, ലെറ്റ്സ് ബിഗിൻ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് 2021 മെസ്സിക്ക് ബാസ കൊടുത്ത ഫെയർവെല്ലിനെ കുറിച്ചാണ്. ഒരു ഫെയർവെൽ ഒന്നുമല്ല, അത്രയ്ക്കും ബാസയിൽ തന്നെ അല്ലെങ്കിൽ ഫുട്ബോൾ ലോകം തന്നെ കണ്ട അത്രയ്ക്കും ലെജൻഡറി ആയിട്ടുള്ള ഒരു പ്ലെയറിന് ബാസ കൊടുത്ത ആ ഒരു ഫെയർവെൽ മൂമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ് അല്ലേ? അത്രമാത്രം ലയണൽ മെസ്സിക്ക് വേണ്ടപ്പെട്ടതായിരുന്നു ബാസ. തിരിച്ചും ബാസക്ക് അങ്ങനെ തന്നെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബാസ നമ്മൾ വിചാരിച്ചത്ര നല്ലൊരു മൂവ്മെന്റ് അല്ല ആ ഒരു സന്ദർഭത്തിൽ കാണിച്ചു കൂട്ടിയത്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ലയണൽ മെസ്സി PSG പോയി. PSG മെസ്സി, അതുപോലെ തന്നെ ഇംബാപ്പ, അതുപോലെ തന്നെ നെയ്മർ, ഈ 3 പ്ലേയേഴ്സ് കൂടി ചേരുമ്പോൾ മികച്ച സ്കോഡാണെന്ന് വിചാരിച്ചു. ആർക്കും തകർക്കാൻ പറ്റില്ല എന്ന് പോലും വിചാരിച്ചു. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല. അതും ഒരു എന്താ പറയുക, ഒരു 50-50 സ്കോഡായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം വീണ്ടും ലയണൽ മെസ്സി ഇന്റർ മിയാമിലേക്ക് പോയി അല്ലേ? ഇന്റർ മിയാമിലേക്ക് ലയണൽ മെസ്സി പോകുമ്പോൾ ഉണ്ടായ ആ ഒരു കാരണങ്ങൾ എന്തായിരുന്നു? ബെക്കാം വിളിച്ചത് കൊണ്ട് തന്നെയാണ്. ബെക്കാമിന്റെ ആ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ബെക്കാമിന് ഇന്റർ മിയാമി എന്ന് പറഞ്ഞ ക്ലബിന് ഒന്നും കൂടി ഒരു ടോപ്പിൽ എത്തിക്കണം. ഇന്റർ മിയാമിക്ക് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള കിരീടമായിട്ടുള്ള MLS എന്ന് പറഞ്ഞ കിരീടം അടിച്ചു കൊടുക്കണം അല്ലെ? കഴിഞ്ഞ സീസൺ അല്ലെങ്കിൽ അതിന് മുന്നത്തുള്ള സീസണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർ മിയാമിക്ക് വേണ്ടി ലയണൽ മെസ്സി ട്രോഫി അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ടാബിൾ ട്രോഫി, MLS ടാബിൾ ട്രോഫി തന്നെ ഇന്റർ മിയാമിക്ക് വേണ്ടി ലയണൽ മെസ്സി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീസണിൽ ഇന്റർ മിയാമി പ്ലേ ഓഫിൽ എത്തിക്കഴിഞ്ഞു, സെമി ഫൈനലിലേക്ക് തന്നെ കടന്നു കഴിഞ്ഞു അല്ലേ? ആ ഒരു സമയത്ത് ഇതിനുള്ള MLS ട്രോഫി അടിക്കാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ MLS കൂടി അടിച്ചു കഴിഞ്ഞാൽ ലയണൽ മെസ്സി ബെക്കാമിന് സമ്മാനിക്കാനുള്ളതൊക്കെ സമ്മാനിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ അവിടെ ഒരു ഹോം കമ്മിങ് മണക്കുന്നില്ലേ? ഒരു റിട്ടയർമെന്റ് ഫീൽ അടിക്കുന്നില്ലേ? ബാസയിലേക്ക് വരാനുള്ള സാധ്യതയില്ലേ? അത് തന്നെയാണ് മക്കളെ നടക്കാൻ പോകുന്നത്. ലയണൽ മെസ്സി ബാസയിലേക്ക് വീണ്ടും വരാൻ പോവുകയാണ്. ഹോം കമ്മിങ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു 10 നമ്പർ ജേഴ്സി എടുത്തിട്ട് ലയണൽ മെസ്സി വീണ്ടും ക്യാമ്പ് നൂവിൽ ഇങ്ങനെ കളിക്കുന്നത്. ലാമിൻ യമാലും റാഫിനെയും അതുപോലെ തന്നെ ലെവൻഡോസ്കിയും ഫെർമിൻ ലോപ്പസും എല്ലാവരും കൂടി ചേർന്നിട്ട് ലയണൽ മെസ്സിന്റെ കൂടെ ഒരു പോളി അങ്ങ് പൊളിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? ലയണൽ മെസ്സി ബാസിൽ ഉണ്ടാക്കിയ ഓളൊന്നും ഇതുവരെ മറ്റുള്ള പ്ലേയേഴ്സ്, ഇപ്പോൾ വന്ന പ്ലേയേഴ്സ് ഒന്നും ബാസിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മെസ്സി വീണ്ടും ആ ഒരു 10 നമ്പർ ധരിച്ചിട്ട് ക്യാമ്പ് നൂവിലൂടെ ഇങ്ങനെ നടന്ന് ഒരുപാട് ഗോളുകൾ അടിച്ചു പോകുന്നു. പക്ഷെ മക്കളെ, അതൊന്നും നടക്കാൻ പോണില്ല. ചുമ്മാ ജസ്റ്റ് ഡ്രീം തന്നെയാണ് ക്യാമ്പ് നൂവിൽ മെസ്സി വിസിറ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്. ഇന്റർ മിയാമി പ്ലേ ഓഫിൽ എത്തിയതിനു ശേഷമുള്ള റീസെന്റ് ആയിട്ടുള്ള ഫെബ്രീസിയോ അതുപോലെ തന്നെ ലയണൽ മെസ്സിയും തമ്മിലുള്ള ഇന്റർവ്യൂവിൽ ഫെബ്രീസിയോ ചോദിക്കുന്നുണ്ട് എന്തായിരിക്കും ഫ്യൂച്ചർ പ്ലാൻ, അല്ലെങ്കിൽ അടുത്ത പ്ലാൻ എന്തായിരിക്കും എന്ന് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഫെബ്രീസിയോ ചോദിക്കുന്നുണ്ട്. അതിന് മെസ്സി വളരെ ക്ലിയർ ആയിട്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഹാപ്പിയാണ്, എൻ്റെ ഫാമിലിയും ഹാപ്പിയാണ്, നിലവിൽ പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട് ടീം. സോ MLS ഈ ഒരു വർഷം MLS കിരീടടിക്കാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുമെന്ന് മെസ്സി പറഞ്ഞു. അതിനോടൊപ്പം മെസ്സി പറഞ്ഞു, ഈ ഒരു ടീമിന് വേണ്ടി ഇതിൻ്റെ ഗ്രോനൊപ്പം ഇതിൻ്റെ വളർച്ചയ്ക്ക് ഞാനും ഇതിൻ്റെ കൂടി പോകാൻ പോവുകയാണെന്നാണ് ലയണൽ മെസ്സി പറഞ്ഞ വാക്കുകൾ. സോ ഇറ്റ്സ് ക്ലിയർ, ലയണൽ മെസ്സി വീണ്ടും ബാസയിലേക്കൊന്നും വരാൻ പോകുന്നില്ല. അവിടെ വളരെ കറക്റ്റായിട്ട് ലയണൽ മെസ്സി ഒരു ആൻസർ തന്നിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി ലയണൽ മെസ്സി വ്യക്തമാക്കിയിട്ടുണ്ട്, റിട്ടയർമെൻറ്റ് ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടാവില്ല. ലയണൽ മെസ്സി 2 വർഷത്തിന് അത് ആലോചിക്കേണ്ട. ലയണൽ മെസ്സി വേൾഡ് കപ്പ് കളിക്കും, മികച്ച കളികളോടെ അത് ഇങ്ങനെ വേണമെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവാം. സാധ്യതകൾ ഒരുപാടുണ്ട്. സോ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ലയണൽ മെസ്സി വരാനുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു, ലയണൽ മെസ്സി ഒരിക്കലും വരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ഹൈപ്പ് ചെയ്തിട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീ സ്കോറേജ് മൈൻഡ്.